ജിത്ത്, ഷോൺ പറയുന്നത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് പിറ്റേന്ന് വോട്ടെടുപ്പിന് തൊട്ട് പിറ്റേന്നാണ് ഷോൺ ഈ കാര്യങ്ങൾ പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഷോണിന് ഇത് പറയാൻ പ്രേരകമായ സാഹചര്യങ്ങൾ? ദീപികയ്ക്കെതിരെ ഈ ആരോപണം ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ സഭാ നേതൃത്വത്തിലുള്ള ചിലരെയൊക്കെ ലക്ഷ്യമിട്ടാണെന്ന സൂചന കൂടി ഉണ്ടല്ലോ. സജിത്ത്, തീർച്ചയായും സഭാ നേതൃത്വം എന്നുള്ളതിനപ്പുറത്തേക്ക് ദീപികയ്ക്ക് പിന്നിൽ പലരും നിൽക്കുന്നുണ്ട്. അത് ജോസ് കെ മാണിക്കൊപ്പം തന്നെ KC വേണുഗോപാലും കോൺഗ്രസിനുമൊക്കെ വേണ്ടി വിടുപണി ചെയ്യുന്നവരാണ് അവർ എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോൾ പല വിഷയങ്ങളും ഉണ്ടാകുന്നുണ്ട്. FCRA മാത്രമല്ല, അതിനു മുമ്പ് പല വിഷയങ്ങളും കന്യാസ്ത്രീകളുടെ വിഷയം അടക്കമുണ്ടായപ്പോൾ വളരെ കാര്യക്ഷമമായി ഇടപെട്ടതാണ്. BJP ഇടപെട്ടിരുന്നില്ലെങ്കിൽ ആ നിലയിലുള്ള ഗുണങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഇതുണ്ടായ ശേഷവും ബോധപൂർവം തെരഞ്ഞെടുപ്പ് ദിവസമടക്കം ദീപികയുടെ മുൻ പേജിൽ തന്നെ BJPക്കെതിരെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ലേഖനങ്ങളോ അല്ലെങ്കിൽ ആക്രമണങ്ങളോ ഉണ്ടാകുന്നു എന്നതാണ് ഷോണിനെ പ്രകോപിപ്പിക്കുന്നത്. അത് ഈ FCRA വിഷയത്തിലടക്കം സഭാപിതാക്കന്മാരുമായി ചർച്ച നടത്തിയ ശേഷം സഭ പിന്നീടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ സഭയുടെ മുഖപത്രമായാണ് ദീപിക അറിയപ്പെടുന്നത്. പക്ഷേ ദീപികയിൽ പലർക്കും നിക്ഷേപങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ നിൽക്കുന്ന ദീപികയെ നിയന്ത്രിക്കാൻ സഭ തയ്യാറാകണം എന്നുള്ളതാണ് ഷോൺ ജോർജ് ആവശ്യപ്പെടുന്നത്. ഇക്കാര്യത്തിൽ സഭാപിതാക്കന്മാരുമായി നേരിട്ട് തന്നെ പരാതി പോകും എന്നും അദ്ദേഹം പറയുന്നു. അതായത് BJP നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ പിന്നെയും ദീപിക, സഭയുടെ മുഖപത്രം എന്നറിയപ്പെടുന്ന ദീപിക ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ പിന്നെ എന്തിന് ഇവർക്ക് വേണ്ടി ചെയ്യണം എന്ന ചോദ്യം തങ്ങൾ നേരിടേണ്ടി വരും. ഫലത്തിൽ നിർജീവമാകുന്ന, അതായത് സഭയ്ക്ക് വേണ്ടി ഇടപെടാനാകാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിലടക്കം ഒരു സഭകൾക്ക് പല കാര്യങ്ങളിലും കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ ആവശ്യമുണ്ട്. ആ ഘട്ടത്തിൽ സഹായിക്കാൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർക്കരുത്. ദീപികയ്ക്ക് ഇത്തരത്തിൽ ദീപികയിൽ പ്രവർത്തിക്കുന്ന പലർക്കും ഇത്തരം വ്യക്തി താല്പര്യങ്ങളുണ്ട് എന്നുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഷോണ് അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. അതായത് തെരഞ്ഞെടുപ്പ് കാലത്ത് FCRA വിഷയത്തിൽ വലിയ സമ്മർദ്ദം BJPക്ക് മുന്നിലുണ്ടായിരുന്നു. നമുക്കറിയാം, ക്രൈസ്തവ മേഖലയിലടക്കം പാലയും തിരുവല്ലയും പൂഞ്ഞാറും ഒക്കെ വലിയ പ്രവർത്തനവുമായി BJP മുന്നോട്ട് പോകുന്നതിനിടെയാണ് പല ബിഷപ്പുമാരടക്കം നേരിട്ടെത്തി രംഗത്ത് വന്നത്. പക്ഷെ പിന്നീട് ചർച്ച നടക്കുകയും കിരൺ റിജിജു ഉൾപ്പെടെ ഇടപെടുകയും ഒക്കെ ചെയ്തതോടുകൂടി ഈ ബില്ല് മാറ്റിവെക്കുന്നു. അമിത്ഷാ ഉൾപ്പെടെ ഇടപെട്ട് ബില്ല് മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷെ പിന്നെയും തുടർന്ന് ഈ ഒരു ആക്രമണത്തെ ന്യായീകരിക്കാൻ കഴിയില്ല. അതിൽ കടിഞ്ഞാണിട്ടേ പറ്റൂ ദീപികയ്ക്ക് എന്ന നിലപാട് ഷോൺ ആവർത്തിക്കുകയാണ്. എന്തായാലും സഭയും BJPയും തമ്മിലുള്ള ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ രാഷ്ട്രീയത്തിൽ പുതിയൊരു രീതി കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് BJP എത്തുന്നു, പ്രത്യേകിച്ച് ഷോൺ ജോർജ് എത്തുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. സജിത്ത്, ശ്രീജിത്ത്, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഈ പാലയിലെ രാഷ്ട്രീയം കൂടി പരാമർശിക്കുമ്പോൾ ഷോൺ ജോർജ് 35,000-ൽ പരം വോട്ടുകൾ മാണി സി കാപ്പൻ പിടിക്കില്ല. ഷോൺ ജോർജും വലിയ പ്രതീക്ഷകളാണ് വെക്കുന്നത്. യഥാർത്ഥത്തിൽ പാലയിലെ വോട്ടിംഗ് പാറ്റേണിൽ സംഭവിച്ചത് എന്ത് എന്നതാണ് പുറമേക്ക് നേതാക്കൾ അവകാശപ്പെടുന്നതിനപ്പുറം അവിടെ ഒരു കീ ഫാക്ടറായി മാറാനുള്ള സാഹചര്യം എന്താണ്? ഈ ഇരു നേതാക്കളുടെയും പ്രതികരണം നമ്മൾ കേട്ടു. ജോസ് കെ മാണി ക്യാമ്പ് എന്താണ് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്? ജോസ് കെ മാണിയുടെ പ്രതികരണം അല്പസമയത്തിൽ തന്നെ ഉള്ളിൽ തന്നെ ഉണ്ടാകും സജിത്ത്. പക്ഷേ ജോസ് കെ മാണി ക്യാമ്പിന്റെ ഒരു ആത്മവിശ്വാസം ഇതാണ്: എങ്ങനെ പോയാലും, എത്ര മോശം അവസ്ഥയായാലും, എത്ര സർക്കാർ വിരുദ്ധ വികാരമുണ്ടായാലും ഒരു 54,000-ൽ പരം വോട്ടുകൾ കിട്ടുന്ന സാഹചര്യത്തിലേക്ക് കേരള കോൺഗ്രസ് എം എത്തും. അങ്ങനെ വന്നാൽ ഇവിടെ ഏതാണ്ട് 1,33,000-ഓളം വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടത്. അങ്ങനെ വന്നാൽ 54,000 വോട്ട് ചെയ്യുന്ന ആൾ ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് തങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ജോസ് കെ മാണി ക്യാമ്പിന്റെ ഒരു അവകാശവാദം. പക്ഷേ ഇപ്പോഴും മാണി സി കാപ്പൻ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹത്തിന് 65,000 വോട്ട് കിട്ടും. സർക്കാർ വിരുദ്ധ വോട്ടുകളുണ്ട്. ജോസ് കെ മാണിയെ കഴിഞ്ഞ തവണയും ജോസ് കെ മാണിക്ക് തിരിച്ചടി ഉണ്ടാകാൻ ഒരു പ്രധാനപ്പെട്ട കാരണമായത് വ്യക്തിപരമായി ജോസ് കെ മാണിക്ക് ഉണ്ടാകുന്ന ഒരു വിരുദ്ധ വികാരമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു എന്ന് മാണി സി കാപ്പൻ ചൂണ്ടിക്കാണിക്കുകയാണ്. മാത്രമല്ല, മന്ത്രിയാണ് ജയിച്ചാൽ കാപ്പൻ മന്ത്രിയാണ് എന്ന പ്രചരണം അടക്കം കാപ്പന് ഗുണം ചെയ്തതായി അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് ഷോണിന്റെ കണക്കുകൾ മറ്റൊന്നാണ്. കാപ്പന്റെ ഇന്നലെ പലയിടത്തും ബൂത്തുകളിൽ ഇരിക്കാൻ പോലും ആളുണ്ടായിരുന്നില്ല എന്ന കാര്യം അതിന്റെ ചിത്രങ്ങൾ സഹിതം പല BJP ഹാൻഡിലുകളിലും പ്രത്യക്ഷപ്പെട്ടതാണ്. പക്ഷേ ഇതിനും ആരോപണ പ്രത്യാരോപണങ്ങളുണ്ട്. എന്നിരുന്നാൽ തന്നെയും കാപ്പന്റെ പ്രവർത്തനം വളരെ നിഷ്ക്രിയമായിരുന്നു തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഉണ്ടായിരുന്നത് എന്നാണ് ഷോൺ ചൂണ്ടിക്കാണിക്കുന്നത്. ഷോണിന്റെ ഒരു പ്രതീക്ഷ ഏതാണ്ട് 55,000-ഓളം വോട്ട് കിട്ടുകയും അങ്ങനെ ജയിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതിന് ഷോണിന്റെ ഒരു അടിസ്ഥാന ഘടകം യുവാക്കൾ, ഒപ്പം തന്നെ നിഷ്പക്ഷരായ വോട്ടുകൾ, ഇവരുടെ ഒരു വലിയ പിന്തുണ
ഒരു ഷോൺ അനുകൂല തരംഗമായി രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ജയിക്കാമെന്നുള്ളതാണ് ഷോണിൻ്റെ ഒരു കണക്കുകൂട്ടൽ. പക്ഷേ അപ്പോഴും ഭൂരിപക്ഷം സംബന്ധിച്ചുള്ള ആശങ്കകളുണ്ട്. അതിൻ്റെ പ്രധാന കാരണം കാപ്പൻ ഒരുപക്ഷെ വളരെ നിർജ്ജീവമായി പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ജോസ് കെ മാണി ജയിച്ചേക്കുമെന്നൊരു ഫീല് വന്നാൽ അത് കാപ്പനെ ഒരു 35,000-ൽ താഴേക്ക് കൊണ്ടുപോകുമോ എന്നുള്ളതാണ്. എന്തായാലും ഷോണിൻ്റെ കണക്കനുസരിച്ച് 2ാം സ്ഥാനത്തേക്ക് ജോസ് കെ മാണി എത്തുന്നുണ്ട് എന്നുള്ളതാണ് എടുത്ത് കാണാൻ സാധിക്കുന്നത്. എന്തായാലും പാലയിൽ വലിയ കണക്കുകൂട്ടലുകളാണ്. ഈ ചെറിയ ചെറിയ ഇക്വേഷൻസ് പോലും വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു. 3 സ്ഥാനാർത്ഥികളും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. സജിത്ത്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും പാലയിൽ ഇത്തവണ എന്ത് സംഭവിക്കുന്നതാണ്. പതിവിന് വിരുദ്ധമായി ഷോൺ ജോർജ് കൂടി കളം നിറഞ്ഞപ്പോൾ സാഹചര്യം വ്യത്യസ്തമാകുന്നു എന്നാണ് സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.